ഹലോ, വെൽക്കം ടു മോംസ് റൊട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ഇന്നലെ റെഡ് അലർട്ടായപ്പോൾ സ്കൂളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാനും മോളെയും കൂട്ടിയിട്ട് നമ്മുടെ ഗാർഡനിൽ മുറ്റത്ത് കുറച്ച് പണികളുണ്ടായി. അപ്പോൾ ആ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് നമ്മുടേത്. വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ ഹൈപ്പും കൂടിയും ചെയ്യണം എല്ലാവരും. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടിയും ചെയ്യുക. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഇല്ലല്ലേ, നമുക്ക് അതിന് ചില ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാരണങ്ങളുണ്ടാവും. ഉമ്മാക്ക് സുഖം ഉണ്ടായിരുന്നില്ല, ജലദോഷവും കഫക്കെട്ടും അങ്ങനെയൊക്കെ കൂടിയായിട്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ഈ ഉള്ളതിനും എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് നല്ല ക്ഷീണമായിക്കാരം. പിന്നെ കൈ പിടിച്ച് നമ്മൾ കൊണ്ടെടുക്കണം. പിന്നെ എവിടേക്ക് എണീക്കുകയാണെങ്കിലും ഒപ്പം ആൾ വേണം കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കലൊന്നും നടന്നില്ല. പ്രായം കഴിക്കണമെന്നുണ്ടെങ്കിലും അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആളാണ് ഉമ്മ. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ അങ്ങനെ ബാത്റൂമിൽ പോക്ക്, ഫുഡ് കഴിക്കാൻ വന്നിരിക്കുക എന്നുള്ള കാര്യങ്ങൾ നടന്നിരുന്നു. ഉമ്മാൻ്റെ കാര്യങ്ങൾ അങ്ങനെ പോയിന്നിട്ടാ. പക്ഷേ ഇപ്പോൾ സുഖമില്ലാതായപ്പോൾ എല്ലാത്തിനും നമ്മൾ വേണം. ബാത്റൂമിൽ കൊണ്ടുപോകാനും പിന്നെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുമ്പോഴൊക്കെ ഇപ്പോൾ അങ്ങനെ ഫുഡും അങ്ങനെ കേൾക്കണില്ല. മറ്റത് മന്തിയും ബിരിയാണിയും അങ്ങനെയുള്ള ഭക്ഷണങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ജലദോഷം കഫക്കെട്ടും എനിക്കുണ്ടിട്ടാ ചെറുതായിട്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഉമ്മ കഞ്ഞി മതി എന്ന് പറയട്ടെ. അപ്പോൾ 2 ദിവസമായിട്ട് കഞ്ഞി മതി, എനിക്ക് വേറെ ഒന്നും കുടിക്കാൻ വയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ കഞ്ഞിയാണ്. അപ്പോൾ ഇന്നും നമുക്ക് കഞ്ഞി തന്നെയാണ്. അപ്പോൾ ഞാൻ കരുതി ഇന്ന് എനിക്കും കഞ്ഞി മതിയെന്ന്, അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതി. ഇന്നലെ രാത്രി നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് നെയ്ച്ചോറ് ബാക്കിയുണ്ട്, പിന്നെ കറിയും കുറച്ച് ബാക്കിയുണ്ട്. അപ്പം ഞാൻ മക്കൾക്ക് അത് കൊടുക്കാം, എനിക്ക് കഞ്ഞി മതി നിർത്തി. നമ്മളിന്ന് ചിരങ്ങക്കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. ചിരങ്ങക്കൂട്ടാനും കഞ്ഞിയും, അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ അടുക്കളയിൽ കൂടുതൽ സമയമൊന്നും ആവശ്യമില്ല. നമുക്ക് വേഗം ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേഗം വേറെയുള്ള പണികൾക്ക് നിൽക്കാമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ മോൾക്ക് ക്ലാസ്സും ഇല്ലാത്തതാണ്. അപ്പോൾ ഞാൻ പുറത്ത് കുറച്ച് പണികളുണ്ട് നമ്മളെ മുറ്റത്ത്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. കഞ്ഞി വെക്കുമ്പോൾ കുറച്ച് ചെറുപയർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കുക്കറിൽ തന്നെ ഉണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. പാത്രം കൂടുതൽ പരത്താതെ വേഗം കണ്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. 2-3 ദിവസമായിട്ട് പണിക്കാരും ഇല്ല, പടുവ് കഴിഞ്ഞിരിക്കണം. അപ്പോൾ ഇനി അതൊന്ന് ഉറച്ചിട്ട് വേണ്ടി വരും. മെയിൻ വാർപ്പാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ പണികൾ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ല, അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നുള്ളത്. പിന്നെ അത് ഞാൻ കുറച്ച് ഉള്ളി വാട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല ഇട്ടിട്ട് പിന്നെ ഒരു മുട്ട കൂടി ഒഴിച്ചിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ബിരിയാണി മാതിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ നെയ്ച്ചോറും കൂടി ഇട്ടിട്ട് അപ്പോൾ മക്കൾക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നേരത്തി പിന്നെ ചിക്കനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കൂട്ടിയിട്ട് അവർ കഴിച്ചോളും. അല്ലെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ പണിക്ക് നിൽക്കണം എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബിരിയാണി ഉണ്ടാക്കും കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നല് അതാണ്, ബിരിയാണിയും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കാൻ. അങ്ങനെ ആകുമ്പോൾ എല്ലാവരും ഒരേപോലെ കഴിക്കുകയും ചെയ്യും. ആർക്കും ഇഷ്ടമില്ലാത്തൊരു പ്രശ്നം വരില്ല. അല്ലെങ്കിൽ ഇങ്ങനെ കൂട്ടാനുകൾ ഇങ്ങനെ മാറി മാറി ഉണ്ടാക്കണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. അതുകൊണ്ടാണ്. ഫുഡ് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അലക്കാനിട്ടിരുന്നിട്ട് ഞാൻ എണീറ്റ ഉടനെ തന്നെ രാവിലെ നേരത്തെ അലക്കണം, അത് കൊണ്ടിടണം, പിന്നെ നേരത്തെ കുളിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് ശീലങ്ങൾ എനിക്കുണ്ട്. അതിപ്പോൾ വേനൽക്കാലമായാലും ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ പിന്നെ ഇടയ്ക്കിങ്ങനെ മഴ പെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഉണക്കാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നേരത്തെ വെയിൽ എന്തായാലും കിട്ടും, എന്നിട്ട് വേഗം ഉണങ്ങി കിട്ടും ചെയ്യും. അതിലിപ്പോൾ ഞാനിതാ കുറച്ച് വിട്ടിട്ടാണ് കൊണ്ടുവന്ന് കെട്ടിക്കുകയാണ്. നമ്മളെ പറമ്പിൽ കൊടുത്ത് കെട്ടിക്കട്ട. ആദ്യം ഉണ്ടായിരുന്നിടത്തുനിന്ന് മാറ്റിയിട്ട് മറ്റേ നമ്മളെ വീടിൻ്റെ സൈഡിലാണ് കെട്ടിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ പണിക്കാരെ പോക്കും പിന്നെ മുറ്റത്ത് സാധനങ്ങൾ കൊടുന്ന് ഇറക്കലും അങ്ങനെയൊക്കെ ആകുമ്പോൾ ഒരു വൃത്തിയില്ല എന്നൊക്കെ തോന്നി, പൊടിയൊക്കെ പാറുമല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിട്ട് കൊടുത്തിട്ട് അതിൽ കെട്ടിക്കുകയാണ്. തുണി വിരിക്കലൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിതാ ഇനി അടുത്ത പണിക്ക് വന്നതാണ്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസാണ്. ഇത് ഞാൻ വീടിൻ്റെ അങ്ങനെ കയറുന്ന ഭാഗത്ത് 2 സൈഡിലും ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ അവിടെയൊക്കെ ചെടികളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് അവിടെ വേറെ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇപ്പോൾ അവിടെ അതെടുത്തതിന് ശേഷം
താബൂക്ക് വെച്ചിട്ട് ഞാൻ കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ അങ്ങനെ കാണിക്കണ്ട്. ഈ ഗ്രാസ് ഞാൻ നന്നായിട്ടൊന്ന് കഴുകണുണ്ട്. അപ്പോൾ അത് മണ്ണും പൊടികളും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ചട്ടിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചതല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ അത്യാവശ്യം ഇതൊക്കെ ചളി ഉണ്ടാവുമല്ലേ, അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി എടുക്കുകയാണ് ഫസ്റ്റായിട്ട് ചെയ്യുന്നത്. രാവിലെ തന്നെ വേഗം കഴുകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് ഉണങ്ങിക്കോളും. പെട്ടെന്ന് ഇതിൽ നിന്ന് വെള്ളം പോവുകയും ചെയ്യും, ഉണങ്ങും ചെയ്യും കേട്ടോ. ഇപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ പല ഭാഗത്തൊക്കെ ആയിട്ട് വെച്ച് കണിയാൻ ചട്ടികളും കാര്യങ്ങളൊക്കെ പണിക്കാരൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വേണം ഓരോന്ന് അതിൻ്റെതായ ഭാഗത്തേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളെ മുറ്റത്ത് ഞാൻ പറഞ്ഞല്ലോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാനുണ്ട്. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തന്നായിട്ട് നമ്മളെ ഗാർഡൻ വീഡിയോ ഇടുന്നതാണ്. മക്കളൊന്നും എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം ഇതിങ്ങൾ ചെയ്യാമെന്ന് കരുതി. ഇവിടെ മുറ്റത്ത് വെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പണിക്കൊന്നും നിൽക്കാനും പറ്റില്ല കേട്ടോ. നല്ല വെയിൽ തെറിക്കും, അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവും ഈ മുറ്റത്തേക്ക്. പിന്നെ വെയിലിന് എനിക്ക് കുറച്ച് പ്രശ്നമാണ് സ്കിന്നിന്. അങ്ങനെ വെയിലടിക്കുമ്പോൾ ചില ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ഇത് കഴുകിയെടുക്കാനുണ്ട്. അപ്പോൾ ഇതിൽ അത്യാവശ്യം മണ്ണും പൊടിയൊക്കെ ഉണ്ട്. അങ്ങനെ പ്ലാന്റ്സ് വെച്ചതുമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ സാധനങ്ങളൊക്കെ കൊടുന്ന് ഇറക്കുമ്പോൾ മണ്ണും കല്ലൊക്കെ കൊടുന്ന് ഇറക്കുമ്പോൾ ഇങ്ങനെ അതിൽക്കും ഇങ്ങനെ പൊടി പാറിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകണുണ്ട്. ഇങ്ങനെ മുറ്റത്ത് എന്തെങ്കിലും ചെടികളുടെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ നിൽക്കും. അപ്പോൾ ഒന്ന് നമ്മൾ കഞ്ഞിയല്ലേ വെച്ചിട്ടുള്ളത്, അപ്പോൾ കുട്ടികൾ എണീറ്റിട്ടില്ല, ഉമ്മ എണീറ്റിട്ടില്ല, അവർ എണീക്കുമ്പോഴത്തേന് ഇതൊക്കെ ഒന്ന് കഴുകിയിടാന്ന് എഴുതിയിട്ടാണ്. അപ്പോൾ വെയിൽ ഇല്ലാതാവും ചെയ്യും, നമുക്ക് ക്ഷീണം വരില്ല കേട്ടോ രാവിലെ നേരത്തെ ഇങ്ങനത്തെ പണിക്കൊക്കെ നിന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ കഴുകലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിങ്ങനെ ഇതുമൊക്കെ വിരിച്ചിട്ട് കൊടുക്കുകയാണ് വേഗം ഉണങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന് പോവുകയും ചെയ്യുമല്ലോ. എനിക്ക് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ ചെടികളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്, പ്ലാന്റ്സുകൾ വെച്ച് കൊടുക്കുന്നത്, അത് കെയർ ചെയ്യണത്, മുറ്റത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത്, അങ്ങനെയുള്ള പണികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മളൊരു ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന പണികൾക്ക് ക്ഷീണമോ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും തോന്നില്ല. നമ്മളെ വീട്ടു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ജോലികളും കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. ഇവിടെ ഇപ്പോൾ ഈ രീതിയിലാണ് കെട്ടി കൊടുത്തിട്ടുള്ളത്. ഇനി അതെന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നമ്മളിനി ഇങ്ങനെ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കാം. അപ്പോൾ അവിടെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഭാഗത്ത് വെച്ചിരുന്ന ഫ്രണ്ട് ഭാഗത്ത് വെച്ചിരുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളും ചട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഭാഗത്തേക്കും പല ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട്. ഇനിയിപ്പോൾ പണി കഴിഞ്ഞിട്ട് വേണം അതിൻ്റെതായ ഓരോ സ്ഥാനത്തേക്കും നമുക്ക് മാറ്റി വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മുറ്റത്ത് കല്ലും മെറ്റലും ഒക്കെ ആയിട്ട് അങ്ങനെ സാധനങ്ങളും കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ചട്ടികൾക്ക് കേടുപറ്റാതെ ചെടികൾക്ക് കേടുപറ്റാതെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോരോ ഭാഗത്തേക്കായിട്ട് ഞാൻ മാറ്റി വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഭാഗത്തുള്ള ഈ ഒരു ചെടിയൊന്ന് വെട്ടിക്കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ വെട്ടിക്കൊടുക്കാതെ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇതിങ്ങനെ വളർന്നിട്ട് കാട് മാതിരിയാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഭംഗി നഷ്ടപ്പെടും. അപ്പോൾ നമുക്കതിങ്ങനെ ഇടയ്ക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മുറ്റത്ത് ഏത് ചെടികളും നമുക്ക് വെച്ചുകൊടുക്കാം. പക്ഷെ അതിങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു ക്രോട്ടൺ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പണ്ടുണ്ടായിരുന്നൊരു പ്ലാന്റ് ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ പാർക്കിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണിട്ട് എന്ത് ഭംഗിയായിരിക്കും. ഇങ്ങനെ ബോർഡറാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഒരു തല മുതൽ തല വരെ അതിങ്ങനെ കട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയിൽ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്ലാന്റ് നമുക്ക് ഏതും വെക്കാം, പക്ഷെ അത് സെറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമ്മളെ മുറ്റം കാണാനും ഭംഗി ഉണ്ടാവുക. ഇങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ നമുക്ക് എല്ലായിടത്തുനിന്നും കിട്ടുന്നതാണല്ലേ. അപ്പോൾ ഇതൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെതായ വൃത്തിക്ക് ഇങ്ങനെ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. ഇത് കട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമുക്കിങ്ങനെ ചില ഭാഗങ്ങളൊക്കെ കരിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ ചില ഭാഗത്ത് പ്ലാന്റ് നശിച്ചിട്ടുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലുണ്ട് കേട്ടോ, ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന പീസുകൾ ഇങ്ങനെ ഗ്യാപ്പുള്ള ഭാഗങ്ങളിലൊക്കെ വെച്ചെടുക്കും. അപ്പോഴാണ് ഒരേപോലെ ഇങ്ങനെ നിൽക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇടകളിൽ ഇങ്ങനെ ഇങ്ങനെ വിട്ടിട്ട് നിൽക്കുന്നുണ്ടാവും. ഈ പ്ലാന്റ് ഞാൻ കുറച്ച് കൊടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഒരു തല മുതൽ ഒരു തല വരെ കണ്ട് വെച്ച് കൊടുത്ത് കേട്ടോ. പിന്നെ ഈ സൈഡിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ ഈ ഒരു പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇനി അതിൽക്ക് ആയിക്കഴിഞ്ഞാലൊക്കെ കരിഞ്ഞു പോകുന്ന എഴുതിയിട്ടൊക്കെ ഞാൻ തണ്ട് മാത്രമാക്കിയിട്ട് അടിയിനെ കുറ്റിയാക്കിയിട്ട് ഞാൻ വെട്ടി കൊടുത്തതായിരുന്നു. ഇപ്പോൾ അതിങ്ങനെ അതുമൊന്നിങ്ങനെ പൊടിച്ച് വന്നതാണ് ഇതൊക്കെ. എന്നാലും എല്ലാ ഭാഗത്തും ഒരേ ഹൈറ്റ് അല്ല. അപ്പോൾ ആ ഹൈറ്റ് കൂടിയ ഭാഗങ്ങളിലൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരേ ഹൈറ്റിൽ വരുള്ളൂ.
ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ഈ പ്ലാൻസ് ഉണ്ടാക്കണതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ കേട്ടോ. അങ്ങനെ ആ ഒരു പണി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനത് ഉമ്മാക്ക് കഞ്ഞി എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇടയ്ക്ക് ഇങ്ങനെ കഞ്ഞിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. ഇളയ തേങ്ങ ഉണ്ടായിരുന്നു കുറച്ചിട്ട് നമ്മൾ ചിരവിയതിട്ട്, അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കഞ്ഞിടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതുപോലെ ഞാൻ ആയിക്കോട്ടെ എന്ന് ചെയ്തിട്ട് ആ തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇളയതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ നല്ല രസമാണ്. അങ്ങനെ കേട്ടോ. അപ്പോൾ അത് കഞ്ഞി ചെറുപയറുള്ള നമ്മളെ കഞ്ഞി വിളമ്പിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് അച്ചാറാണ്, എന്താണ് വെളുത്തുള്ളി അച്ചാറും ചിരങ്ങപ്പേരിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഞാനിനി നമ്മുടെ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം ഇനി പണിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒന്നും വൃത്തിയില്ലാതെ ആ പണിക്ക് നിന്നിട്ടുണ്ടെങ്കിൽ, മുറ്റത്ത് പണിക്ക് നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ധൃതിയിൽ എടുക്കേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്ഷമയോടുകൂടി എടുക്കാൻ വേണ്ടി, ഒരു സമാധാനത്തോടു കൂടെ എടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ നല്ല ആസ്വദിച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ പണിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീനായിട്ട് കിടക്കണം. പിന്നെ നമ്മൾ കിടക്കണതിൻ്റെ മുന്നേ ജസ്റ്റ് ഇങ്ങനെ നമ്മളെ വീട്ടിലിങ്ങനെ പരന്നെന്തെങ്കിലും കിടക്കണമെങ്കിൽ, ഓർഡർ തെറ്റിയിട്ട് കിടക്കണം എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ പരന്നിട്ടൊന്നും കിടക്കണില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് കണ്ട് അടിച്ചൂരി തുറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ എന്തെങ്കിലും പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും പണിക്ക് നിൽക്കുകയാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസരങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിടക്കണതിൻ്റെ മുന്നേ എന്തൊക്കെയോ ഒന്ന് പരന്നെടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്തു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മൾ തുണിയൊക്കെ കൊടുന്നിട്ട് അയൽമെന്നൊക്കെ വൈകുന്നേരം കൊടുന്ന് വെക്കുമല്ലോ, ആ ഒരു സമയത്ത് അത് അവിടെ ഇവിടെ കൂട്ടി വെക്കാതെ ഉടനെ തന്നെ അത് നമുക്ക് മടക്കി വെക്കാനും കൂടി ശ്രദ്ധിക്കട്ടെ. അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചും കൊണ്ട് നമ്മൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ നമുക്ക് ക്ലീനിങ്ങിൻ്റെ പരിപാടി നല്ല ഈസിയാണ്. അപ്പോൾ ഞാനിനി ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് നല്ല വൈകുന്നേരം അടിച്ചു വാരി തട്ടാം. അപ്പോൾ ഒന്നും കച്ചറൊന്നുമില്ല അടിച്ചു വരാൻ. ഇനിയിപ്പോൾ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അപ്പോൾ തന്നെ നമ്മളെ പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലുണ്ട് പോയി കിട്ടും. അങ്ങനെ ചളിയൊന്നും ഉണ്ടാവില്ല. എന്നാലും തുടച്ചെടുത്താലൊന്ന് വൃത്തിയല്ലേ എന്ന് എഴുതിയിട്ടൊന്ന് തുടക്കുകയാണ്. പിന്നെ ഈ ഒരു മോപ്പിനെ കുറിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ സ്പിൻ മോപ്പാണ്. അപ്പോൾ ഞാനിത് ഓഫറിൽ വാങ്ങിയതാണ് കേട്ടോ. വളാഞ്ചേരി 6-ാം മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ്, അവിടെ നിന്ന് വാങ്ങിയതാണ്, ഒരു മാളിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ അത് ഓഫർ പ്രൈസിൽ വാങ്ങിയതായിരുന്നു. ഞാനിപ്പോൾ ഒരു വർഷത്തിൻ്റെ മുകളിലായി ഉപയോഗിക്കണം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇനി അത് നല്ല കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള ടൈപ്പ് ഉണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തുടച്ചെടുക്കാനും പിന്നെ ഒന്നും കുഴപ്പമില്ല. എപ്പോഴും ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല, അല്ല പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഞാനങ്ങനെ ഉപയോഗിക്കലില്ല. ഞാൻ ചില സമയത്തും മറ്റേ നമ്മളെ മൈക്രോ ഫൈബറിൻ്റെ മോപ്പ് ഉപയോഗിച്ചിട്ട് തുടക്കലുണ്ട്. പിന്നെ ഇതാകുമ്പോൾ നമുക്ക് കട്ടിൻ്റെ അടിക്ക് സോഫേൻ്റെ അടിക്കൊക്കെ തുടക്കാൻ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ ഈസിയാണ്. 450 അല്ലെങ്കിൽ 500 സംതിങ് എന്തോ ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത്, ഒരു കുറച്ചും കൂടി റേറ്റും കൂടി ഉള്ളതാകുമ്പോൾ കുറേ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുറച്ച് കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചോദിക്കലുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞത്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മളിതാ തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ തുടക്കൽ കഴിഞ്ഞിട്ട് ഇനി എൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഉമ്മാക്ക് കഞ്ഞി കൊടുത്ത് തുടക്കൽ കഴിഞ്ഞ് ഉൾഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇനിയിപ്പോൾ അങ്ങനെ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ടെൻഷൻ ഇല്ലാതെ പണിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് കണ്ട് കയറേണ്ട ആവശ്യമില്ല. മുറ്റത്ത് നമ്മളൊരു ചെടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്ലാന്റ്സിന് കെയറും കാര്യങ്ങളൊക്കെ വേണം. കുറച്ച് പ്ലാന്റ്സുകൾ നടാനുണ്ട്, അല്ലെങ്കിൽ പുല്ല് പറിക്കാനുണ്ട്, വീടിൻ്റെ പരിസരം വൃത്തിയാക്കാനുണ്ട്, പുല്ല് പറിക്കലും പറമ്പൊക്കെ ക്ലീൻ ആക്കാണ്ട് അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടല്ലോ, വിറകിൻ്റെ പണികളുണ്ടോ, അങ്ങനെയുള്ള പണികളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. നമ്മൾ വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് വേഗം വൃത്തിയാക്കി ഇടുക, പിന്നെ കുക്കിങ്ങും ചെയ്ത് വെക്കുക. എന്നിട്ട് വേണം നമ്മൾ അങ്ങനത്തെ പണിക്ക് നിൽക്കാൻ വേണ്ടി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കയ്യിലൊക്കെ അഴുക്കുണ്ടോ, കാലിലഴുക്കാവും. അപ്പോൾ അതൊക്കെ ആയിട്ട് നമ്മൾക്ക് ഉള്ളിൽ കയറേണ്ട ആവശ്യം വരും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് ഉള്ളിലേക്ക് വരേണ്ടി വരും. അപ്പോൾ അത് വൃത്തി ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ആ ചെയ്യുന്ന പണിയും ഒരു വൃത്തി ഉണ്ടാവില്ല, ഇപ്പോൾ ഉള്ളിൽ ചെയ്യുന്ന പണിയും വൃത്തി ഉണ്ടാവില്ല. അങ്ങനെ ആവും അതിൻ്റെ അവസ്ഥ. ഇനിയിപ്പോൾ നമുക്ക് അടിച്ചു വരാനോ അല്ലെങ്കിൽ തുടക്കാനോ സമയം കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി. നമ്മൾ ടേബിളും കാര്യങ്ങളൊക്കെ തുടക്കുക, പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ബേസിൻ കഴുകുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടെ. പിന്നെ നമ്മളെ വീടിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ പരന്ന് കിടക്കാതെ കിടന്നാൽ തന്നെ നമ്മളെ വീട് കാണാൻ നല്ല വൃത്തിയായിരിക്കും. ഇപ്പോൾ എൻ്റെ കിച്ചൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ ഇതാണ് കേട്ടോ. ഞാൻ ഇവിടെയൊക്കെ ഇതൊക്കെ കെട്ടിയിട്ട് ബെഡ്ഷീറ്റിൻ്റെ ഒരു പീസ് കൊടുത്തിട്ട് കെട്ടിക്കുകയാണ്, തുണിയൊക്കെ കെട്ടിക്കണം ഗ്രില്ലിൻ്റെ അവിടെ. അപ്പോൾ അവിടെ പണിയെടുക്കുമ്പോൾ അവിടെ നിന്നുള്ള പൊടിയും ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ പലതും കണ്ട് ഉള്ളിലേക്ക് ചാടുകയാണ് കേട്ടോ.
അപ്പോൾ കുക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, സാധനത്തിനൊക്കെ പൊടി പാറുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് നമുക്കിങ്ങനെ കിച്ചൻ്റെ ഒപ്പം അതൊക്കെ കിച്ചനൊക്കെ കൂട്ടിയെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെയുള്ള ഈ തുടക്കലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ്, അല്ലാതെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ അടുക്കളയിൽ അടിയിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് തുടക്കൂട്ട, അല്ലാന്നുണ്ടെങ്കിൽ പൊടി പാറിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എന്തായാലും വേഗം ഒന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു കരുതും എപ്പോഴും കേട്ടോ, അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മൾ കിച്ചണിലെ ഭാഗങ്ങളൊക്കെ തുടച്ചങ്ങാണ്ട് ഞാൻ നിലം തുടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്ലീനിങ്ങിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്രിൽസും കാര്യങ്ങളൊക്കെ നല്ല പൊടിയാണ്, അപ്പോൾ അതൊന്നും തുടക്കാൻ നിന്നിട്ട് കാര്യമില്ല, അത് വീണ്ടും പൊടിയാവുന്നില്ലേ. അങ്ങനെ അടുക്കള ഒരു ക്ലീനിങ്ങും കൂടി കഴിഞ്ഞിട്ട് നമ്മളെ പണിക്ക് വന്നിട്ടുണ്ട്. ഇനി പുല്ല് പൊറിക്കേണ്ട. അപ്പോൾ ഈ പുല്ല് പൊറി എന്ന് പറഞ്ഞാൽ ഇത് നമ്മളവിടെ രണ്ട് സൈഡിലും, കുളത്തിൻ്റെ രണ്ട് സൈഡിലും ചെമ്പരത്തിൻ്റെ ഇതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ട് പുല്ല് പൊന്തും. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള പണിയാണ് ഇപ്പോൾ ഈ ഒരു പുല്ല് പൊറി എന്നുള്ളത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് ഇപ്പം ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഉണ്ടല്ലോ, അത് അവിടുന്ന് മാറ്റിക്കണല്ലോ, അവിടെ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെടുത്ത് കഴുകി ഇപ്പോൾ ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി അത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഇട്ട് കൊടുക്കാമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പുല്ല് പൊന്തൂല. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് ഇനി നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ അങ്ങനെ ഒരു പച്ചപ്പ് കാണുമ്പോൾ നല്ല ഭംഗിയാണ്, എവിടെ നോക്കിയാലും പച്ചപ്പ് കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണല്ലോ നമ്മളെ മുറ്റത്ത് കാണാൻ. ഞാൻ ആ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരേപോലെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കണം, എന്നാലും നമുക്ക് ഗ്രാസ് വെച്ച് കൊടുക്കുമ്പോൾ അതിങ്ങനെ എവിടെയും പൊന്താതെ നിൽക്കുള്ളൂ. അപ്പോൾ ഞാൻ ഒരേ ലെവലിൽ നമുക്കിത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല, ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാനേ വേണ്ടി പറ്റുള്ളൂ. ഇത് സ്ക്വയർ ഷേപ്പോ അങ്ങനെ ഒന്നല്ല, ഷേപ്പ് ഇങ്ങനെ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പീസുകളാക്കിയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഇതേപോലെ നമ്മൾ ചെമ്പരത്തിയാണ്, ആ സൈഡത്തെ ചെമ്പരത്തി ഏതാ കളർ എന്നുള്ളത് അങ്ങനെ ഒരു ഓർമ്മ കിട്ടണില്ല. ഉണ്ടായിട്ടുണ്ട് ഫ്ലവർ, ഇപ്പോൾ ഒരു മുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മാഷാഅല്ലാ. അപ്പോൾ നോക്കണം എനിക്ക് ഏത് കളറാണെന്നുള്ളത്. ഈ സൈഡത്തെ നന്നായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പൂവ് അങ്ങനെ എന്തായാലും ഉണ്ടാവലുണ്ട്. ഇതുമേലും മുട്ടിങ്ങനെ കുറച്ച് കൂടുതലായിട്ടിട്ടുണ്ട്. ഞാൻ മീൻ കഴുകിയ വെള്ളം പിന്നെ ചിക്കനൊക്കെ കഴുകിയ വെള്ളം കൊടുന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂവിടും. അപ്പോൾ ഇതാ രണ്ട് സൈഡിലും നമ്മളിതുപോലെ ഗ്രാസ് വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. ഇനിയിപ്പോൾ പുല്ല് പറിക്കാനായിട്ട് ഈ സൈഡിലേക്ക് നോക്കണ്ട, അങ്ങനെ ഏതൊക്കെ ഭാഗത്താണ് പുല്ല് പൊന്തുന്നത് അവിടെയൊക്കെ ഇനിയിപ്പോൾ ഈ ഗ്രാസ് ഉണ്ട് വെച്ച് കൊടുക്കാമെന്നാണ് കരുതുന്നത്. പിന്നെ മെറ്റലിൻ്റെ ഇടയിലൊക്കെ പുല്ലുണ്ടാവും കേട്ടോ, എന്നാലും ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഈ മാവ് വെച്ചിട്ടുള്ള ഇതിൻ്റെ അടിയിൽ ഞാൻ ഇതുപോലുള്ള ഈ ഒരു പ്ലാന്റ്, റെഡ് കളറുള്ള ചേമ്പിൻ്റെ ഇല പോലുള്ള ഒരു പ്ലാന്റ് ആദ്യം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശരിയാവില്ല എന്നൊക്കെ ഇപ്പോൾ തോന്നി. പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ തെറിക്കുന്നുണ്ട്. ഇനി ഇവിടെയാണ് നമ്മൾ ഗ്രാസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ആ പ്ലാന്റൊക്കെ ഒന്ന് പറിച്ച് ഇലകളൊക്കെ മാറ്റി ഒന്ന് മണ്ണൊന്ന് ഒരേപോലെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരേപോലെ ആക്കിയിട്ട് പിന്നെ നമ്മൾ ഗ്രാസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മണ്ണ് ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പുല്ലുണ്ടെങ്കിൽ അതും കൂടി മാറ്റിയതിൻ്റെ ശേഷം നമ്മൾ ഗ്രാസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പുല്ല് പൊന്തൂല. അങ്ങനെ ചെയ്യാണ്. പിന്നെ മഴ പെയ്യുമ്പോൾ ഇവിടേക്കൊക്കെ മണ്ണ് തെറിക്കണുണ്ട്. അപ്പോൾ അതും അതിനൊരു പരിഹാരമാണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഗ്രാസ് വെച്ച് കൊടുക്കില്ല. അപ്പോൾ മോളും വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനും അവളും കൂടിയാണ് ഇത് കട്ട് ചെയ്യുന്നത്. അളവെടുത്തിട്ട് ഇങ്ങനെ ഓരോരോ ഭാഗത്ത് എത്രയാണ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് അളവെടുത്തതിന് ശേഷം നമ്മളതങ്ങനെ കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളെ മുറ്റത്ത് ഇങ്ങനെ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പെയിൻ്റൊക്കെ അടിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും ചേട്ടാ, പെട്ടെന്ന് മതിലും കാര്യങ്ങളൊക്കെ നാശമാവും. എന്നാലും നമ്മൾക്ക് ഭംഗിയല്ലേ നമ്മളെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് എഴുതിയിട്ട് ഞാനും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേ ഈ മാവിൻ്റെ ഇല വീണിട്ടും അല്ലെങ്കിൽ എന്തൊക്കെ ചെടികളുണ്ട് അതിൻ്റെയൊക്കെ ഇലകൾ നന്നായിട്ട് നമ്മളെ മുറ്റത്തേക്ക് പൊഴിയും കേട്ടോ. അത് ഇനിയിപ്പോൾ പൊഴിഞ്ഞാലും ഇനിയിപ്പോൾ ഇതിൻ്റെ ഗ്രാസിൻ്റെ മുകൾക്ക് നമുക്ക് എടുത്തിട്ട് കളയാനും സിമ്പിളാണ്. പിന്നെ അങ്ങനെ വല്ലാതെ കണ്ട് ചളിയാവില്ലല്ലോ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഭാഗങ്ങളിലൊക്കെ വെച്ച് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. അതിന് ഇന്നിപ്പോൾ സമയം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ കുറേ ടയേർഡായിട്ടൊന്നും ഞാൻ പണിയെടുക്കലുണ്ടില്ല. ഇനി കുറച്ചും കൂടി ബാക്കിയുണ്ട്, അത് എവിടെ വിരിക്കണമെന്നുള്ളത് നമ്മൾ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈഡിലുള്ള ഈ ഒരു പ്ലാന്റിൻ്റെ അടിയിലും ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്രാസ് ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ഭാഗത്തും കൂടി വെക്കാൻ ഞാനങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇനിയും വയ്യ, ഇനിയിപ്പോൾ അത് വേറൊരു ദിവസം ചെയ്യാമെന്ന് കരുതി. വയ്യാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ മോൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഒപ്പം ഒരാളുണ്ടെങ്കിൽ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. ഈ നമ്മുടെ ഫിഷ് പോണ്ട് കാലിയായിട്ട് കിടക്കുകയാണ്. അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതിൽ നമ്മൾ ആമ്പലുകൾ ഇറക്കി വെക്കാനുണ്ട്, പിന്നെ മീനുകളൊക്കെ ഇനി കൊടുന്ന് ആക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്യണം.
ഇനി കുറച്ച് ഇളനീര് വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുടിക്കുക, ഞങ്ങൾ കുടിച്ച് ഉമ്മാക്ക് കൊടുക്കുക, അങ്ങനെയുള്ളതൊക്കെ കേട്ടോ. ഇനി പ്രത്യേകിച്ച് വേറെ പണിയൊന്നും എടുത്തിട്ടില്ല. ഈ കിച്ചൺ കണ്ട് കൂട്ടിയെടുത്തപ്പോൾ നമ്മൾ ഈ കുളം നമ്മളെ കിച്ചൻ്റെ ഒപ്പം തന്നെ ആയിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നത് നോക്കുന്നത് നമ്മൾ കുളത്തേക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരൊന്നും ലൈക്ക് ചെയ്യട്ടോ. പിന്നെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ വീഡിയോ ഇങ്ങനെ വൈകും. എല്ലാവരും അപ്പോൾ വീഡിയോ ഇടുമ്പോൾ ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്ത് വെക്കുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്തിട്ട് നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ കമൻസുകൾ അറിയിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഗാർഡൻ വീഡിയോ ഒക്കെ എന്നോട് ചോദിച്ചാണല്ലോ, അപ്പോൾ അതൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇടുന്നതായിരിക്കും. അതുപോലെ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് പറയട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.